നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും ഈ അടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പത്രത്തിലുമൊക്കെ നമുക്ക് കാണാം, പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ച് കോസൊന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഹൃദ്രോഗം വരുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്നു, അങ്ങനെയൊക്കെയുള്ള ന്യൂസ് നിങ്ങളെല്ലാം പലരും വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കോസ് എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് ഹൃദ്രോഗം വരാനായിട്ടുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോമൺ ആയിട്ട് കാണുന്നത് പ്രമേഹ രോഗികളാണെങ്കിൽ അനിയന്ത്രിതമായ പ്രമേഹമാണ്. പ്രമേഹത്തിൻ്റെ ലെവല് കൂടി നിൽക്കുമ്പോൾ നമ്മുടെ രക്തധമനികളിലെ വാൾസ്, ഭിത്തികൾക്ക് ഡാമേജ് സംഭവിക്കുകയും അതുപോലെ തന്നെ ക്ലോട്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രമേഹമില്ലാത്ത പല വ്യക്തികൾക്കും ഈ ഒരു പ്രശ്നം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അവരിൽ നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽസാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല കൊളസ്ട്രോളുണ്ട്, ചീത്ത കൊളസ്ട്രോളുണ്ട്. എല്ലാവരും കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും ഫാസ്റ്റിംഗ് ആയിട്ടാണ് പലരും ടെസ്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ടെസ്റ്റിംഗ് നമുക്ക് നടത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. ഒന്ന്, നമ്മൾ ഫാസ്റ്റിങ്ങിൽ പോകണം. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, അതിനകത്ത് ലാബ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും HDLുമാണ്. LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ ഒരു ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും പലപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ, നമ്മൾ LDL കൊളസ്ട്രോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ചീത്ത കൊളസ്ട്രോൾ ശരിക്കും LDL മാത്രമല്ല, അതിൻ്റെ അകത്ത് വേറെ പല ആസ്പെക്ട്സുമുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗ്യാങ് ആണ് അവർ. അതിൻ്റെ അകത്ത് LDL ഒരു പ്രമുഖ ഘടകമാണ്. അതുകൂടാതെ IDL ഉണ്ട്, VLDL ഉണ്ട്, ലിപ്പോപ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ പല ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശങ്ങളുണ്ട്. ഇവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ റിസ്ക്കാണ് നമുക്ക് ഈ ഹൃദ്രോഗമായി അവസാനം വന്ന് പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമ്മൾ LDL മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണമായൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി ഈ ഗ്യാങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിംഗിൾ ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ടെസ്റ്റിൻ്റെ പേരാണ് അപ്പോ ലൈപ്പോപ്രോട്ടീൻ ബി, അല്ലെങ്കിൽ അപ്പോ ബി എന്നാണ് ഈ ടെസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഈ അപ്പോ ബി എന്ന് പറഞ്ഞാൽ ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശങ്ങളുടെ കൂടെ എല്ലാം ഒരു 1:1 റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡ്രൈവറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ LDLൻ്റെ കൂടെ അത് അസോസിയേറ്റഡ് ആണ്, IDLൻ്റെ കൂടെ അസോസിയേറ്റഡ് ആണ്, VLDLൻ്റെ കൂടെയും അത് കാണും, ലിപ്പോപ്രോട്ടീൻ്റെ കൂടെയും കാണും. അപ്പോൾ ഈ എല്ലാ ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശങ്ങളുടെ കൂടെയും ഈക്വൽ എമൗണ്ട് അപ്പോ പ്രോട്ടീൻ ബിയും കൂടിയും ഉണ്ടാവും. അതുകൊണ്ട് ഈ അപ്പോ ബി ഒരു സിംഗിൾ ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്താൽ നമ്മുടെ രക്തത്തിൽ ഉള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ എല്ലാ അംശങ്ങളെക്കുറിച്ചുള്ളൊരു സിംഗിൾ വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് പൂർണ്ണമായൊരു അവെയർനെസ് ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ അപ്പോ ബി എന്ന് പറയുന്ന ഒരു അംശം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത് ഇതിൻ്റെ അകത്തുള്ളൊരു അഡ്വാൻറ്റേജ്, ഇതിന് ഫാസ്റ്റിംഗ് ആവശ്യമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് കുറേ കൂടി എളുപ്പമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു തയ്യാറെടുപ്പെടുത്ത് തലേ ദിവസം ഫാസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം ലാബിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അപ്പോ ബിയുടെ വാല്യൂ എന്താണോ അതിനനുസൃതമായ രീതിയിൽ നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ വ്യക്തികളിൽ ഇതിൻ്റെ വാല്യൂ ഒരു ഒപ്റ്റിമം ലെവൽ എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലാണെങ്കിൽ 80 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററും, അത് ഗ്രാം പെർ ലിറ്ററിലാണ് നിങ്ങളുടെ ലാബ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് 0.8 എന്നുള്ള വാല്യൂവിൻ്റെ താഴെ നിൽക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 0.8ൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നും അതുകൊണ്ട് ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത കുറവാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരൊറ്റ കാര്യത്തിലൂടെ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ഹൃദ്രോഗം വരാനായിട്ടുള്ള റിസ്ക് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും അതിനനുസൃതമായ രീതിയിൽ നമുക്ക് ചികിത്സ ക്രമീകരിക്കാനും പറ്റും. അപ്പോൾ ചില ആൾക്കാരിൽ ഇത് കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. ചില ആൾക്കാർ ഈവൻ കൊളസ്ട്രോൾ ടാബ്ലറ്റ് എടുക്കുന്ന വ്യക്തികളിൽ കൊളസ്ട്രോൾ ടാബ്ലറ്റിൻ്റെ പവർ പോരാ, അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഒരു അംശം കൂടി ആഡ് ചെയ്യണം എന്നുള്ള ഒരു സൂചനയും നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ കിട്ടും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു ചെക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ അപ്പോ ബി എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.